തേർഡ് സെമ്മിന്റെ ക്ലാസ് നിന്ന് സ്റ്റാർട്ട് ചെയ്യുവാണ്. എൻ്റെ സബ്ജക്റ്റ് എന്ന് പറയുന്നത് അനലോഗ് കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം. ഇപ്പോൾ 5 മൊഡ്യൂൾ തന്നെയാണ്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ടോപ്പിക് എന്ന് പറയുന്നതാണ് അനലോഗ് കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങളൊക്കെ കേട്ടിട്ടുള്ള ടേംസ് ആണ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. മൊബൈൽ കമ്മ്യൂണിക്കേഷൻ, അതുപോലെ റേഡിയോ കമ്മ്യൂണിക്കേഷൻ, അനലോഗ് കമ്മ്യൂണിക്കേഷൻ, ഇതെല്ലാം നിങ്ങൾ കേട്ടിട്ടുള്ള ടേംസ് ആണ്. അപ്പോൾ ഇതിൽ എന്താണ് ഇനി കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സിമ്പിൾ ആയിട്ട് നമ്മൾ റെഫർ ചെയ്തിട്ടുണ്ടെങ്കിൽ കമ്മ്യൂണിക്കേഷൻ ഇസ് ദ പ്രോസസ് ഓഫ് കൺവേയിങ് മെസ്സേജസ് അറ്റ് എ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സ്ഥലത്ത് നിന്നും മറ്റൊരു സ്ഥലത്തേക്ക്, കുറച്ച് ഡിസ്റ്റൻസിലുള്ള സ്ഥലത്തേക്ക് നമുക്ക് കുറച്ച് മെസ്സേജസ് കൺവേ ചെയ്യുന്നുണ്ടെങ്കിൽ അതിന് ഉപയോഗിക്കുന്ന പ്രോസസ്സ്, അതിന് വിളിക്കുന്ന പേരാണ് ഒരു കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. പക്ഷെ നമ്മൾ ഇലക്ട്രോണിക് ടൈംസിൽ അല്ലെങ്കിൽ ഇലക്ട്രോണിക് രീതിയിൽ നമ്മൾ അതിനെ ഡിഫൈൻ ചെയ്യുമ്പോൾ കമ്മ്യൂണിക്കേഷൻ ഇസ് ദ പ്രോസസ് ഓഫ് സെൻഡിങ്, റിസീവിങ് ആൻഡ് പ്രോസസ്സിംഗ് ഓഫ് ഇൻഫോർമേഷൻ എന്ന് പറയുന്നതാണ് ഒരു കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ടെലികമ്മ്യൂണിക്കേഷനിൽ നമ്മൾ പറയുന്നത് ഈ പറയുന്ന കാര്യങ്ങളാണ്. എന്താണ് കമ്മ്യൂണിക്കേഷൻ ഇൻ ഇലക്ട്രോണിക് ടൈംസ്? ഓക്കെ. ഇപ്പോൾ ടെലികമ്മ്യൂണിക്കേഷനിൽ കമ്മ്യൂണിക്കേഷൻ നമ്മൾ രണ്ടായിട്ടാണ് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. ഓൺ ദി ബേസിസ് ഓഫ് എ മീഡിയം യൂസ്ഡ്. എന്ത് മീഡിയമാണ് ഈ ഡാറ്റ കൺവേ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്, ആ മീഡിയംസിനെ ബേസ് ചെയ്ത് ഇലക്ട്രോണിക് കമ്മ്യൂണിക്കേഷനെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നു. ഒന്നാമത്തേന്ന് പറയുന്നതാണ് ലൈൻ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം, രണ്ടാമത്തേന്ന് പറയുന്നതാണ് ദ റേഡിയോ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം. ഇതിനകത്ത് ലൈൻ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പറയുന്നത് ഇതാണ്. അതിനകത്ത് ഡാറ്റ പ്രോസസ്സ് ചെയ്യുന്ന അല്ലെങ്കിൽ ഡാറ്റ ട്രാൻസ്മിറ്റ് ചെയ്യുന്നത് 2 കണ്ടക്ടേഴ്സ് വഴിയിട്ടായിരിക്കും, അല്ലെങ്കിൽ 2 വയേഴ്സ് വഴിയിട്ടായിരിക്കും. അത് പെയർ ഓഫ് വയേഴ്സ് ആയിരിക്കും. അപ്പോൾ അതിലൂടെ ഡാറ്റ, നമുക്ക് അയക്കേണ്ട ഡാറ്റ എന്താണോ അത് നമ്മൾ അയക്കുന്നു. പക്ഷെ അതിന്റെ ഒരു പ്രോബ്ലം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ മെയിൻ്റനൻസ്, അതുപോലെ ഇൻസ്റ്റലേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കോസ്റ്റ്ലി അല്ലെങ്കിൽ പോലും അത് കോംപ്ലക്സ് ആയിരിക്കും. കാരണം ഓവർ റൈഡ് ആയിട്ട് വരും. നമ്മളൊരു ഏരിയയിൽ കുറച്ച് ആളുകൾക്ക് നമുക്ക് ഡേറ്റകൾ അയക്കുന്നുണ്ട്, ഒത്തിരി ആളുകളുണ്ടെങ്കിൽ നമുക്ക് അതിനനുസരിച്ച് ലൈൻസ് നമുക്ക് വേണ്ടി വരും, വയേഴ്സ് നമുക്ക് വേണ്ടി വരും. അത് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കേസാണ്. അതിന് പകരം നമ്മൾ ഉപയോഗിക്കുന്ന, വളരെ സിമ്പിൾ ആയിട്ട് ഉപയോഗിക്കുന്ന ഒരു മെത്തേഡ് എന്ന് പറയുന്നതാണ് ദ സെക്കൻഡ് മെത്തേഡ് ഇൻ ടെലികമ്മ്യൂണിക്കേഷൻ സിസ്റ്റം, ദ റേഡിയോ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം. റേഡിയോ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റംസിൽ നമ്മൾ ഉപയോഗിക്കുന്നത് ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ്. അത് മീഡിയം, അല്ലെങ്കിൽ മീഡിയം എന്ന് പറയുന്നത് ഫ്രീ സ്പേസ് ആയിരിക്കും. ആ ഫ്രീ സ്പേസിലൂടെ ഇലക്ട്രോ മാഗ്നറ്റിക് മീഡിയംസിലൂടെ നമ്മൾ ഡാറ്റ ട്രാൻസ്മിറ്റ് ചെയ്യുന്നു. ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് നമ്മൾ ട്രാൻസ്മിറ്റ് ചെയ്യുന്നു. ഇത് ഇലക്ട്രോ മാഗ്നറ്റിക് മീഡിയം എന്താണെന്ന് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. ഓൾറെഡി നിങ്ങൾ ഫസ്റ്റ് സെമ്മിലൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. ഇലക്ട്രോ മാഗ്നറ്റിക് തിയറിയിൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ട് എങ്ങനെയാണ് വേവ്സിനെ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്, ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സിനെ എങ്ങനെയാണ് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്, അതിനെന്താണ് ഹൈ ഫ്രീക്വൻസി, എന്താണ് ലോ ഫ്രീക്വൻസി, എന്താണ് മീഡിയം ഫ്രീക്വൻസി, എന്താണ് വെരി ഹൈ ഫ്രീക്വൻസി, അതെല്ലാം നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് പഠിക്കാനുള്ളതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റേഡിയോ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്ന ടൈമും അതിനകത്ത് ഏതെല്ലാം റേഡിയോ സിഗ്നൽസ് ആണ് റേഡിയോ ഫ്രീക്വൻസിയിൽ ഉപയോഗിക്കുന്നത്, ഈ ക്ലാസിഫിക്കേഷൻസ് ആണ് പഠിക്കാനുള്ളത്. ബേസിക്കലി നമുക്ക് പഠിക്കാനുള്ള 2 ടൈപ്പ് കമ്മ്യൂണിക്കേഷൻ ആണ്. ഒന്ന് ഫ്രീക്വൻസി മോഡുലേഷൻ അല്ലെങ്കിൽ FM കമ്മ്യൂണിക്കേഷൻ ടെക്നിക്കും, രണ്ടാമത്തേന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആംപ്ലിറ്റ്യൂഡ് മോഡുലേഷൻ അഥവാ AM കമ്മ്യൂണിക്കേഷൻ ടെക്നിക്കും. ഓക്കെ. ഇനി നമുക്ക് പഠിക്കാനുള്ളത് കമ്മ്യൂണിക്കേഷൻ സിസ്റ്റത്തിന്റെ ഒരു ബ്ലോക്ക് ഡയഗ്രമാണ്. ഇപ്പൊ ഇവിടെ കാണിച്ചിരിക്കുന്നത്, കാണാൻ പോകുന്നത് നിങ്ങളൊരു കമ്മ്യൂണിക്കേഷൻ സിസ്റ്റത്തിന്റെ ബ്ലോക്ക് ഡയഗ്രമാണ്. ഇതിൽ 5 യൂണിറ്റുകളാണ് നിങ്ങൾ കാണുന്നത്. 5 യൂണിറ്റുകൾ എന്ന് പറയാം, അല്ലെങ്കിൽ 5 ബ്ലോക്ക് ഡയഗ്രാം, 5 ബ്ലോക്കുകൾ. അതിൽ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഒരു മെസ്സേജ് സോഴ്സ്, സെക്കൻഡ് വൺ ഒരു ട്രാൻസ്മിറ്റർ, തേർഡ് വൺ ഒരു ചാനൽ, ഫോർത്ത് വൺ എന്ന് പറയുന്നത് ഒരു റിസീവർ, ആൻഡ് ലാസ്റ്റ് വൺ എന്ന് പറയുന്നത് ഡെസ്റ്റിനേഷൻ, ഫിഫ്ത്ത് വൺ. ഇതിലെല്ലാം ഉപരി ഇതിനെല്ലാത്തിനെയും കോമൺ ആയിട്ടുള്ള ഒരു യൂണിറ്റും കൂടെ വരും, നോയ്സ് സോഴ്സ് അല്ലെങ്കിൽ നോയ്സ് എന്ന് പറയുന്ന ഒരു ബ്ലോക്കും കൂടെ വരും. നമുക്ക് ഇനി അടുത്ത യൂണിറ്റിൽ പഠിക്കാനുള്ളത് നോയ്സുകളെ കുറിച്ചാണ്. അപ്പോൾ നമുക്ക് അന്നേരം ഡിസ്കസ് ചെയ്യാം. ഇപ്പം നമുക്ക് 5 യൂണിറ്റുകൾ നിങ്ങൾ കാണുക, മനസ്സിലാക്കുക. 5 യൂണിറ്റിൽ നമുക്ക് ഓരോന്ന് നമുക്ക് പറഞ്ഞുതരാം. മെസ്സേജ് സോഴ്സ് എന്ന് പറയുന്നത് നോർമലി മൈക്ക്, നമ്മളത് റെക്കോർഡ് ചെയ്യുന്നു അല്ലേ, അത് ഫിസിക്കൽ ഫോമിലായിരിക്കും, അല്ലെങ്കിൽ ശബ്ദങ്ങൾ, ഓഡിയോ അല്ലെങ്കിൽ വീഡിയോ, എങ്ങനെയാണ്, ക്യാമറ ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു മൈക്രോഫോൺ മൈക്കാവാം, അല്ലെങ്കിൽ ഫോട്ടോ ആയിരിക്കാം, ഇമേജ് എടുക്കുന്നതാവാം. ഇതിന് ആ ഒരു ഫിസിക്കൽ ഫോമിലേക്ക് അതിന് എന്ത് ചെയ്യുന്നു, റെക്കോർഡ് ചെയ്യുന്നു, അല്ലെങ്കിൽ അതിനെ സേവ് ചെയ്യുന്നു. അതിനുശേഷം അത് ട്രാൻസ്മിറ്ററിലേക്ക് നമ്മൾ സെൻഡ് ചെയ്യും. ട്രാൻസ്മിറ്റർ എന്ത് ചെയ്യും, ഫിസിക്കൽ ഫോമിലുള്ള ഓഡിയോ, വീഡിയോ, അതുപോലെ തന്നെ ഇമേജ് ഫോമിലുള്ള ഈ ഫിസിക്കൽ ഫോമിലുള്ള ഡേറ്റകളെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഇലക്ട്രിക്കൽ സിഗ്നലുള്ള ഡേറ്റകളായിട്ട് കൺവേർട്ട് ചെയ്യും. അതാണ് ട്രാൻസ്മിറ്ററിന്റെ ഫംഗ്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പോൾ ഇലക്ട്രിക്കൽ ഫോമിലേക്ക് തന്നെ കൺവേർട്ട് ചെയ്യും. എല്ലാത്തിനെയും ഇലക്ട്രിക്കലാക്കും. ഓഡിയോ സിഗ്നലിനെ ഇലക്ട്രിക്കലാക്കും, വീഡിയോ സിഗ്നൽ ഇലക്ട്രിക്കലാക്കും, എല്ലാത്തിനെയും കറസ്പോണ്ടിങ് ഇലക്ട്രിക്കൽ സിഗ്നലായിട്ട് കൺവേർട്ട് ചെയ്യും. ആഫ്റ്റർ കൺവേർഷൻ ഇറ്റ് വിൽ സെൻഡ് ടു ചാനൽ അല്ലെങ്കിൽ ഡെസ്റ്റിനേഷനിലേക്ക് തന്നെ സെൻഡ് ചെയ്യും. നമുക്ക് എങ്ങോട്ടേക്കാണ് അയക്കേണ്ടത് അങ്ങോട്ട് അയക്കും. അതിന്റെ മീഡിയം എന്ന് പറയുന്നതായിരിക്കും ചാനൽ. നമ്മളവിടെ പറഞ്ഞ മീഡിയം എന്ന് പറയുന്നത് ഒന്നെങ്കിൽ
ലൈൻ ആവാം, ടു വയർ ലൈൻസ് ആവാം, അതല്ലെന്നുണ്ടെങ്കിൽ ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ് ആവും. അപ്പം നമ്മൾക്ക് ഇനി പഠിക്കാനുള്ളത് കമ്മ്യൂണിക്കേഷൻ ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ് ആയതുകൊണ്ട് നമ്മളിവിടെ എടുക്കുന്ന മീഡിയം എന്ന് പറയുന്നത് ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ് ആണ്. അതിലേക്കായിരിക്കും, ചാനലിലേക്കായിരിക്കും, ചാനലിലൂടെ പോകുന്ന ഈ ഇലക്ട്രിക്കൽ ഫോമിലുള്ള ഡേറ്റാസ് എവിടെ കിട്ടും? റിസീവറിൽ കിട്ടും. റിസീവർ അതിനെ എല്ലാത്തിനും റിസീവ് ചെയ്തതിന് ശേഷം എന്ത് ചെയ്യുന്നു? ഇതിനെ തിരിച്ച് ഫിസിക്കൽ ഫോമിലേക്ക് തന്നെ കൺവേർട്ട് ചെയ്യും. കാരണം ഇലക്ട്രിക്കൽ ഫോമിൽ മാത്രം കിട്ടുകയും നമുക്ക് മനസ്സിലാക്കാനോ കാണാനോ കേൾക്കാനോ സാധിക്കില്ല. അപ്പോൾ അതിനെ തിരിച്ചെന്തായിട്ട് മാറ്റും? അതിന് ഫിസിക്കൽ ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യും. അതായത് ഓഡിയോ, വീഡിയോ, ഇമേജസ് ആ ഫോമിലേക്ക് അതിനെ കൺവേർട്ട് ചെയ്യും. അത് ഡെസ്റ്റിനേഷനിലേക്ക് കൊടുക്കും. ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്ന ഏരിയ എന്ന് പറയുന്നതാണ് ഏത്? സ്പീക്കർ. ഇപ്പൊ നമുക്കൊരു റേഡിയോയിൽ നമ്മൾ പാട്ടുകൾ കേൾക്കുന്നുണ്ടെങ്കിൽ അത് സ്പീക്കറിലൂടെയാണ് കേൾക്കുന്നത്, അല്ലേ? അപ്പൊ സ്പീക്കറിലേക്ക് അതിന്റെ ഓഡിയോ ആണെങ്കിൽ സ്പീക്കറിലേക്ക് കൊടുക്കും. ഇമേജ് ആണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുന്നു? അത് നമുക്ക് ഡിസ്പ്ലേ ചെയ്യാൻ പറ്റിയുള്ള ഒരു ഔട്ട്പുട്ട് ഡിവൈസ്, TV ആവാം, അതിലേക്ക് നമുക്ക് ഡിസ്പ്ലേ ചെയ്യും. അപ്പൊ ഇങ്ങനെ ഈ 5 യൂണിറ്റുകളുടെയും കമ്പൈൻഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ജോയിൻ ആയിട്ടുള്ള ഒരു ഫംഗ്ഷനിങ് ആണ് കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇവിടെ ഏറ്റവും മെയിൻ ആയിട്ടുള്ള 3 യൂണിറ്റുകളാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. ഒന്ന് ട്രാൻസ്മിറ്റർ, ഒന്ന് ചാനൽ, മൂന്നാമത്തെന്ന് പറയുന്നത് റിസീവർ. ഈ 3 യൂണിറ്റുകളാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ സിസ്റ്റംസിലെ യൂണിറ്റ് അല്ലെങ്കിൽ ഫങ്ഷണൽ ബ്ലോക്സ് എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാവർക്കും ബേസിക് കമ്മ്യൂണിക്കേഷൻ സിസ്റ്റത്തിന്റെ ബ്ലോക്ക് ഡയഗ്രം മനസ്സിലായല്ലോ. ഇന്ന് നമുക്ക് പറയേണ്ട 2 ടേംസ് ആണ്. ഒന്ന് എൻകോഡിംഗ് അഥവാ മോഡുലേഷൻ, രണ്ടാമത്തേത് ഡീകോഡിംഗ് ഓർ ഡിമോഡുലേഷൻ. നമ്മൾ ആദ്യം പറഞ്ഞു ട്രാൻസ്മിറ്റർ എന്ന് പറയുന്ന യൂണിറ്റ്, ആ യൂണിറ്റ് ചെയ്യുന്നത് ഇതാണ്: ഫിസിക്കൽ ഫോമിൽ വരുന്ന ഡേറ്റയെ ഇലക്ട്രിക്കൽ ഫോമിലായിട്ട് കൺവേർട്ട് ചെയ്യുന്നു. ഈ കൺവേർഷനെ നമ്മൾ ഇലക്ട്രോണിക് ടേംസിൽ പറയുന്ന പേരാണ് എൻകോഡിംഗ് ഓർ മോഡുലേഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ. അതുപോലെ റിസീവറിൽ വരുമ്പോൾ ഇലക്ട്രിക്കൽ ഫോമിലുള്ള ഡേറ്റയെ എന്തായിട്ട് തിരിച്ചു മാറ്റും? ഫിസിക്കൽ ഫോമിലേക്ക് അതിനെ കൺവേർട്ട് ചെയ്യും. നമ്മൾ ഇലക്ട്രോണിക്കലി അതിനെ വിളിക്കുന്ന പേരാണ് ഡീകോഡിംഗ് അഥവാ ഡിമോഡുലേഷൻ. അപ്പോൾ നമുക്ക് പഠിക്കേണ്ടതാണ് എന്താണ് മോഡുലേഷൻ, എന്താണ് ഡിമോഡുലേഷൻ, ഓർ എന്താണ് എൻകോഡിംഗ്, അല്ലെങ്കിൽ എങ്ങനെയാണ് ഡീകോഡിംഗ് പെർഫോം ചെയ്യുന്നത്. അല്പം മുമ്പ് നമ്മൾ പറഞ്ഞു നിർത്തിയത് ബേസിക് കമ്മ്യൂണിക്കേഷൻ സിസ്റ്റത്തിന്റെ ബ്ലോക്ക് ഡയഗ്രാം ആയിരുന്നു. ഇനി നമുക്ക് പറയാനുള്ളത് അല്ലെങ്കിൽ പഠിക്കാനുള്ളത് അതിന്റെ എക്സ്പ്ലനേഷൻസ് ആണ്. എന്താണ് ഓരോ യൂണിറ്റിന്റെയും ഫങ്ഷൻസ്. അപ്പോൾ ഇതിനകത്ത് ഏറ്റവും ആദ്യം നമുക്ക് പറയേണ്ട യൂണിറ്റ് എന്ന് പറയുന്നതാണ് ഇൻഫോർമേഷൻ സോഴ്സ് എന്ന് പറയുന്ന ഏരിയ. എന്താണ് ഇൻഫോർമേഷൻ സോഴ്സ് കൊണ്ട് അർത്ഥമാക്കുന്നത്? അതുകൊണ്ട് മീൻ ചെയ്യുന്ന ഇത്രയേ ഉള്ളൂ: ട്രാൻസ്മിറ്റ് ചെയ്യാൻ വേണ്ട ഡേറ്റകൾ അത് സപ്ലൈ ചെയ്യുന്ന ഒരു ഏരിയ ആയിരിക്കും ഇൻഫോർമേഷൻ സോഴ്സ് എന്ന് പറയുന്ന ഏരിയ. അത് ട്രാൻസ്മിറ്റ് ചെയ്യുന്ന ഡേറ്റ ഏത് ഫോമിലായിരിക്കും? നേരത്തെ ഞാൻ പറഞ്ഞിരുന്നു, അത് ഇലക്ട്രിക്കൽ ഫോമിലായിരിക്കും കൺവേർട്ട് ചെയ്ത് അയക്കുന്നത്. അപ്പോൾ ഇൻഫോർമേഷൻ സോഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ ഫംഗ്ഷൻ എത്രയേ ഉള്ളൂ: വരുന്ന മെസ്സേജസ് അത് ഓഡിബിൾ ഫോമിലാവാം, അല്ലെങ്കിൽ ഓഡിയോ ആവാം, വീഡിയോ ആവാം, അതിനെ കൺവേർട്ട് ചെയ്ത് എന്തായിട്ട് മാറ്റുന്നു? ഇലക്ട്രിക്കലായിട്ട് മാറ്റുന്നു. അപ്പോൾ ഇൻഫർമേഷൻ സോഴ്സിൽ വരുന്ന ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ഡിവൈസ്, ഇലക്ട്രോണിക് ഡിവൈസ് എന്ന് പറയുന്നതാണ് ഒരു ട്രാൻസ്ഡ്യൂസർ. ഓക്കെ. ട്രാൻസ്ഡ്യൂസർ നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. ട്രാൻസ്ഡ്യൂസർ എന്ന് പറയുന്നിട്ടുണ്ടെങ്കിൽ ഒരു ഫോം ഓഫ് എനർജിനെ വേറെ ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യും. അതിനെ പറയുന്ന ആ ഡിവൈസ് വിളിക്കുന്ന പേരാണ് ട്രാൻസ്ഡ്യൂസർ. അപ്പോൾ നമ്മുടെ ഡെയിലി ലൈഫിൽ നമ്മൾ കാണുന്ന മൈക്ക് എന്ന് പറയുന്നതാണ് എ സിമ്പിൾ ട്രാൻസ്ഡ്യൂസർ. മൈക്ക് എന്താണ് ചെയ്യുന്നത്? ശബ്ദങ്ങളെ എന്തായിട്ട് മാറ്റും? ഇലക്ട്രിക്കലായിട്ട് മാറ്റും. അതിന്റെ അക്കോസ്റ്റിക് വേരിയേഷൻസ് അല്ലെങ്കിൽ പ്രഷറിൽ വരുന്ന വേരിയേഷൻസ് അനുസരിച്ച് അത് ഇലക്ട്രിക്കൽ സിഗ്നലുകളായിട്ട് അതിനെ കൺവേർട്ട് ചെയ്യും. അതാണ് എന്തെന്ന് പറയുന്നത്? ഒരു ട്രാൻസ്ഡ്യൂസർ. അപ്പൊ ഇൻഫർമേഷൻ സോഴ്സിൽ ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ഡിവൈസ് ആണ് മൈക്ക് എന്ന് പറയുന്നത്. ഓക്കെ. രണ്ടാമത്തെ യൂണിറ്റ് എന്ന് പറയുന്നതാണ് ട്രാൻസ്മിറ്റർ. ട്രാൻസ്മിറ്ററിന്റെ ഫംഗ്ഷൻ എന്താണ്? അതിന്റെ ഏറ്റവും വലിയ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് ഇൻഫർമേഷൻ സോഴ്സ് കൊടുക്കുന്ന ഡേറ്റ, അത് ഇലക്ട്രിക്കൽ ഫോമിലുള്ള ഡേറ്റയെ അതിന്റെ പൂർണ്ണമായ രൂപത്തിൽ അതിനെ എന്ത് ചെയ്യണം? കളക്ട് ചെയ്യുക. ആ കളക്ട് ചെയ്തതിനു ശേഷം അതിന് വേണ്ടി വരുന്ന പ്രോസസ്സിംഗ്, അതിന് എന്തെങ്കിലും ആവശ്യങ്ങൾ ഉണ്ടെങ്കിൽ, പ്രോസസ്സ് ചെയ്യേണ്ട ആവശ്യകത ഉണ്ടെങ്കിൽ അതിന് പ്രോസസ്സ് ചെയ്യുക. അതിനുശേഷം അതെന്താക്കി മാറ്റണം? അതിനെ റിസീവറിലേക്ക് അതിനെ ട്രാൻസ്മിറ്റ് ചെയ്യണം ത്രൂ മീഡിയം. അപ്പൊ അതിനകത്ത് ഉപയോഗിക്കുന്ന മീഡിയം എന്ന് പറഞ്ഞ ചാനൽ എന്ന് പറയുന്നത് എന്തായിരിക്കും? ഒന്നെങ്കിൽ ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ് ആവാം, അല്ലെങ്കിൽ 2 വയർ കണ്ടക്ടേഴ്സ് ആവാം. അപ്പോൾ ഈ ചാനലിന്റെ ഫംഗ്ഷൻ എന്ന് പറഞ്ഞ ഒറ്റ ഫംഗ്ഷൻ മാത്രമേ ഉള്ളൂ: ട്രാൻസ്മിറ്ററിനെയും റിസീവറിനെയും തമ്മിൽ കണക്ട് ചെയ്യുന്ന ഒരൊറ്റ ഫംഗ്ഷൻ മാത്രമാണ്. അപ്പൊ പിന്നെ നമുക്ക് നെക്സ്റ്റ് പഠിക്കാനുള്ളത് ഒരു ബേസിക് ട്രാൻസ്മിറ്റർ എന്താണെന്നുള്ളതാണ്. ഇനി വരുന്ന ഈ അടുത്ത നെക്സ്റ്റ് കാണുന്ന ബ്ലോക്ക് ഡയഗ്രാം എന്ന് പറയുന്നത് എ സിമ്പിൾ ബ്ലോക്ക് ഡയഗ്രാം ഓഫ് എ ട്രാൻസ്മിറ്റർ. ഓക്കെ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു നിർത്തിയത് മെസ്സേജ് സോഴ്സ് അല്ലെങ്കിൽ ഇൻഫോർമേഷൻ സോഴ്സ് എന്ന് പറയുന്ന യൂണിറ്റിന്റെ ഫംഗ്ഷൻസ് ആയിരുന്നു. അപ്പൊ അതിൽ നമ്മൾ പറഞ്ഞെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ശബ്ദങ്ങൾ, ഓഡിയോ ശബ്ദങ്ങൾ അല്ലെങ്കിൽ വീഡിയോസ്, അതിന്റെ മെസ്സേജുകൾ അതിനെ ഇലക്ട്രിക്കൽ ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യുന്നു എന്നാണ് നമ്മൾ പറഞ്ഞു നിർത്തിയത്. അപ്പൊ ഇനി നമുക്ക് പഠിക്കാനുള്ളതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അടുത്തത് ട്രാൻസ്മിറ്ററിന്റെ ആണ്.
ഫങ്ഷൻസ് ഒരു റേഡിയോ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം അല്ലെങ്കിൽ ടെലികമ്മ്യൂണിക്കേഷൻ സിസ്റ്റത്തിൽ ഉപയോഗിക്കുന്ന ഒരു ടിപ്പിക്കൽ ആയിട്ടുള്ള ട്രാൻസ്മിറ്റർ. അപ്പോൾ നമ്മൾ അതിന്റെ ബ്ലോക്ക് ഡയഗ്രാം അല്പം നമ്മൾ കണ്ടു. അപ്പോൾ ബ്ലോക്ക് ഡയഗ്രത്തിൽ കുറേ യൂണിറ്റുകൾ ഉണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ ഇനി പറയേണ്ട ഒരു കാര്യം എന്നൊരു ടേം എന്ന് പറയുന്നതാണ് മോഡുലേറ്റിംഗ് സിഗ്നൽ എന്ന് പറയുന്ന സംഭവം. മെസ്സേജ് സോഴ്സിൽ നിന്നും വരുന്ന സിഗ്നലുകൾ അത് ട്രാൻസ്മിറ്റർ റിസീവ് ചെയ്യും എന്ന് പറഞ്ഞു. അപ്പോൾ റിസീവറിന്റെ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് ഈ വരുന്ന സിഗ്നൽസിന് എല്ലാത്തിനെയും കൂടെ കമ്പൈൻഡ് ആയിട്ട് ജോയിൻ ചെയ്യുക, ഒരു സ്യൂട്ടബിൾ ഫോമിലേക്ക് അതിനെ റിസീവ് ചെയ്യുക എന്നുള്ളതാണ്. അതിനുശേഷം അതിന് എന്ത് ചെയ്യണം? ട്രാൻസ്മിറ്ററിലേക്ക് ട്രാൻസ്മിറ്റ് ചെയ്യണം. ഓക്കെ, ട്രാൻസ്മിറ്റർ അതിനെ ട്രാൻസ്മിറ്റ് ചെയ്ത് ചാനലിലൂടെ കടത്തിവിട്ട് അതിനെ റിസീവറിൽ എത്തിക്കണം. അതാണ് ട്രാൻസ്മിറ്ററിന്റെ ജോബ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഈ വരുന്ന സിഗ്നൽ, ആ സിഗ്നലിനെ നമ്മൾ വിളിക്കുന്ന പേരാണ്, ഇലക്ട്രോണിക് ഫോമിൽ വിളിക്കുന്ന പേരാണ് മോഡുലേറ്റിംഗ് സിഗ്നൽ എന്ന് പറഞ്ഞിട്ട് നമുക്കിനി മോഡുലേറ്റ് ചെയ്യാനുള്ള സിഗ്നൽ മോഡുലേറ്റിംഗ് സിഗ്നൽ എന്ന് പറയും. അതിന് ചെറിയ ഫ്രീക്വൻസി റേഞ്ചിലായിരിക്കും, ചെറിയ പൾസ് ഫോമിലായിരിക്കും. അതിനെ നമുക്ക് ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല, ഡയറക്റ്റ് ആയിട്ട് ട്രാൻസ്മിറ്റ് ചെയ്യാൻ സാധിക്കില്ല. അപ്പോൾ അതിനെ നമുക്ക് എന്ത് ചെയ്യും? ആ ചെറിയ സിഗ്നലിനെ ഒരു വലിയ ഹൈ ഫ്രീക്വൻസി അല്ലെ ഹൈ ഫ്രീക്വൻസിയിലുള്ള ഒരു സിഗ്നലുമായിട്ട് അല്ലെങ്കിൽ ഒരു വേവ് സൈൻ വേവുമായിട്ട് നമ്മൾ അതിനെ മിക്സ് ചെയ്യിക്കും. ആ ഹൈ ഫ്രീക്വൻസി സിഗ്നലിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ക്യാരിയർ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ട്രാൻസ്മിറ്ററിന്റെ ബ്ലോക്ക് ഡയഗ്രത്തിൽ കണ്ടപ്പോൾ അതിൽ നമ്മൾ കണ്ടിട്ടുള്ളതെല്ലാം നമുക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്. ഒന്ന് ഓസിലേറ്റർ, രണ്ടാമത്തേന്ന് പറഞ്ഞത് ഒരു ആംപ്ലിഫയർ, പവർ ആംപ്ലിഫയർ അല്ലെങ്കിൽ വോൾട്ടേജ് ആംപ്ലിഫയർ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. രണ്ടാമത്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മോഡുലേഷൻ, മൂന്നാമത്തത് മോഡുലേഷൻ ആണ്. ലാസ്റ്റ് വൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് റേഡിയേറ്റ് ചെയ്യാനുള്ള ഒരു ആന്റിന അല്ലെ, മോഡുലേറ്റ് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ മോഡുലേഷൻ സിഗ്നലിനെ റേഡിയേറ്റ് ചെയ്യാനുള്ള ഒരു ആന്റിന. അപ്പൊ ഇനി എന്തൊക്കെയാണ് ഓരോ യൂണിറ്റിന്റെയും ഫംഗ്ഷൻസ്? ഫസ്റ്റ് യൂണിറ്റ് എന്ന് പറയുന്നത് ഓസിലേറ്റർ ആണ്. അപ്പൊ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഈ പറയുന്ന മോഡുലേറ്റിംഗ് സിഗ്നലിനെ ഇറ്റ്സെൽഫ് അതിനെ നമുക്ക് ട്രാൻസ്മിറ്റ് ചെയ്യാൻ പറ്റില്ലാത്തതുകൊണ്ട് നമ്മൾ അതിനെ ക്യാരിയറുമായിട്ട് മിക്സ് ചെയ്യിക്കുന്നു പറഞ്ഞു. ആ പ്രോസസ്സിന് വിളിക്കുന്ന പേരാണ് മോഡുലേഷൻ എന്ന് പറയുന്ന പ്രോസസ്സ്. നമുക്കതിന് അടുത്ത ക്ലാസ്സിൽ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുണ്ട്. അപ്പോൾ ക്യാരിയർ ഫ്രീക്വൻസി, എങ്ങനെ നമുക്ക് ക്യാരിയർ ഫ്രീക്വൻസി, ക്യാരിയർ എന്ന് വെച്ചാൽ വെരി ഹൈ ഫ്രീക്വൻസി സിഗ്നൽ ആയിരിക്കും ക്യാരിയർ എന്ന് പറയുന്നത്. അത് മെഗാ ഹെർട്സിലോ അല്ലെങ്കിൽ ലോഡ്സ് റേഞ്ചിലുള്ള ഹൈ ഫ്രീക്വൻസി. അപ്പൊ എങ്ങനെയാണ് ആ സിഗ്നൽ ഫ്രീക്വൻസി നമ്മൾ ജനറേറ്റ് ചെയ്യുന്നത്? അതിന് ഉപയോഗിക്കുന്ന ഒരു മീഡിയം എന്ന് പറയുന്നതാണ് ഇത് ഓസിലേറ്റർ. ഓസിലേറ്ററിന്റെ ഫംഗ്ഷൻ നമുക്കറിയാം, ഒരു ഇൻപുട്ടും ഇല്ലാതെ ഇറ്റ്സെൽഫ് അത് ഓസിലേഷൻസ് ജനറേറ്റ് ചെയ്യുന്നു അല്ലെ. അപ്പൊ നമ്മളിവിടെ ഉപയോഗിക്കുന്ന ഒരു ഓസിലേറ്റർ ആണ്. ഓസിലേറ്റർ ഉപയോഗിച്ചിട്ട് ഹൈ ഫ്രീക്വൻസി ക്യാരിയർ സിഗ്നൽ ജനറേറ്റ് ചെയ്യും. അതിനെ നമ്മളൊന്ന് ആംപ്ലിഫൈ ചെയ്യും. അതിന്റെ വോൾട്ടേജ് ലെവലും അല്ലെങ്കിൽ ആംപ്ലിറ്റ്യൂഡ് ലെവലും അതിന്റെ പവർ ലെവലും നമ്മൾ എന്ത് ചെയ്യുന്നു? ഒന്ന് ആംപ്ലിഫൈ ചെയ്യുന്നു. ആംപ്ലിഫൈ ചെയ്തിട്ട് അതോടെ നിർത്തും. അതിന് തൊട്ട് താഴത്തെ ബ്ലോക്കിൽ പറയുന്ന യൂണിറ്റുകൾ എന്ന് പറയുന്നത് മോഡുലേഷൻ ഇൻ എന്ന് പറയുന്നതാണ്. എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മോഡുലേറ്റ് ചെയ്യാനുള്ള സിഗ്നൽ, മോഡുലേറ്റിംഗ് സിഗ്നല് ആ യൂണിറ്റിലേക്ക് വരും. അപ്പോൾ അതിന്റെ അകത്തും അതിന് ചിലപ്പോൾ അതിന്റെ ആംപ്ലിറ്റ്യൂഡ് വാല്യൂസും പവർ വാല്യൂസും വളരെ കുറവായിരിക്കും. നമ്മൾ അതിന് ആംപ്ലിഫയർ വെച്ചിട്ട് അതിന്റെ ആംപ്ലിറ്റ്യൂഡ് വാല്യൂസ് ഒന്ന് ആംപ്ലിഫൈ ചെയ്യും. അതുപോലെ അതിനകത്ത് കുറച്ച് പവർ വാല്യൂസ് നമ്മൾ അതിനൊക്കെ ആഡ് ചെയ്യും. അതിനെ ആഡ് ചെയ്ത് മിക്സ് ചെയ്ത് നല്ലൊരു ഫോമിൽ നിർത്തും. എന്നിട്ട് എന്ത് ചെയ്യുന്നു? ലാസ്റ്റ് സ്റ്റേജിൽ ഈ ഓസിലേറ്ററിൽ നിന്നും വരുന്ന ഹൈ ഫ്രീക്വൻസി ക്യാരിയറുമായിട്ട് നമ്മൾ എന്ത് ചെയ്യും? ഈ പറയുന്ന മോഡുലേറ്റഡ് സിഗ്നലിനെ മിക്സ് ചെയ്യിക്കും. ഓക്കെ, അപ്പോൾ അവിടെ മോഡുലേഷൻ പെർഫോം ചെയ്യും. അപ്പോൾ അതൊരു വേവ് ആയി. ഒന്നുകിൽ അത് AM വേവ് ആയിരിക്കും അല്ലെങ്കിൽ FM വേവ് ആയിരിക്കും, ഒരു റേഡിയോ ഫ്രീക്വൻസി വേവ് ആയിരിക്കും. നമ്മൾ എന്ത് ചെയ്യും? ആ റേഡിയോ ഫ്രീക്വൻസി വേവ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനെ നേരെ മറ്റേ ആന്റിന വെച്ചിട്ട് അതിനെ നമ്മൾ ട്രാൻസ്മിറ്റ് ചെയ്യും. അപ്പൊ ഇവിടെ ആന്റിന എന്ന് പറയുന്ന ഡിവൈസ് അതെന്തായിരിക്കും? അതൊരു ട്രാൻസ്ഡ്യൂസർ പോലെയാണ് വർക്ക് ചെയ്യുന്നത്. എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സിംഗിൾ ഗൈഡഡ് ആയിട്ട് വരുന്ന ഈ RF ഫ്രീക്വൻസിനെ നേരെ എങ്ങോട്ടേക്ക് വിടുന്നു? അതായത് സ്പേസിലേക്ക് അല്ലെങ്കിൽ എയർ സ്പേസിലേക്ക് അതിനെ ട്രാൻസ്മിറ്റ് ചെയ്യും. ആ എയർ സ്പേസിലേക്ക് വരുന്നതിനെ എന്ത് ചെയ്യും? തിരിച്ച് റിസീവറിൽ വരുമ്പോഴും റിസീവറിലുള്ള ആന്റിന അതിനെ റിസീവ് ചെയ്തിട്ട് അതിനെ എന്ത് ചെയ്യും? തിരിച്ച് സിംഗിൾ ഗേറ്റഡ് ആയിട്ടുള്ള RF ആയിട്ട് അതിനെ കൺവേർട്ട് ചെയ്യും, ഇലക്ട്രിക് സിഗ്നലായിട്ട് കൺവേർട്ട് ചെയ്യും. അത്രയും കാര്യങ്ങളാണ് ഒരു ടിപ്പിക്കൽ ട്രാൻസ്മിറ്റർ ചെയ്യുന്ന ഫംഗ്ഷൻസ് എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് ഇത്രയും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് ട്രാൻസ്മിറ്ററിനെ കുറിച്ച് നമുക്ക് പഠിക്കാനുള്ളത്. ഓക്കെ, അടുത്ത നമുക്ക് പഠിക്കാനുള്ള ഏരിയ എന്ന് പറയുന്നതാണ് എന്താണ് ചാനൽ എന്ന് പറയുന്നത്. അപ്പൊ ചാനൽ എന്താണ്? നമ്മൾ നേരത്തെ പറഞ്ഞു, ചാനൽ എന്ന് പറയുന്നത് അതൊരു മീഡിയമാണ്. ഈ പറയുന്ന സിഗ്നൽ ട്രാൻസ്മിറ്റർ ജനറേറ്റ് ചെയ്യുന്ന സിഗ്നലിനെ അതിനെ ട്രാൻസ്മിറ്റ് ചെയ്യാനുള്ള ഒരു മീഡിയം മാത്രമാണ് ഇവിടെ ചാനൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പൊ ചാനലായിട്ട് പല ഡിവൈസുകൾ നമ്മൾ ചാനലായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. 2 വയർ കണ്ടക്ടേഴ്സ് അല്ലെങ്കിൽ വയേഴ്സ് ഉപയോഗിക്കാം, കോവാക്സിയൽ കേബിളുകൾ ഉപയോഗിക്കാം, ഫാബ്രിക് കേബിളുകൾ ഉപയോഗിക്കാം. അതല്ലെങ്കിൽ പറയുന്നതാണ്, അതെല്ലാം വയേർഡ് കമ്മ്യൂണിക്കേഷനിൽ വരുന്നതാണ്. വയർലെസ് കമ്മ്യൂണിക്കേഷനിലേക്ക് വരുമ്പോഴാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ് ഉപയോഗിക്കുന്നത്. ഓക്കെ, മൈക്രോവേവ്സ് ഉപയോഗിക്കുന്നു അല്ലെങ്കിൽ ഹൈ ഫ്രീക്വൻസി സിഗ്നൽ ഉപയോഗിക്കുന്നു. അതെല്ലാം ട്രാൻസ്മിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യും. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ പറയുന്ന കാര്യം എന്ന് പറയുന്നത് ചാനലിന്റെ ഫംഗ്ഷൻസ് ആണ്. അല്ലെങ്കിൽ എന്താണ് ചാനൽ? അപ്പൊ ചാനൽ ഇതരമാണ് ഈ സിഗ്നലിനെ ട്രാൻസ്മിറ്റ് ചെയ്യുന്ന സിഗ്നലിനെ അതിന് മൂവ് ചെയ്യാനുള്ള ഒരു പാത്ത് എന്ന് പറയുന്നതാണ് അതിന്റെ ചാനൽ എന്ന് പറയുന്നത്. അപ്പൊ ചാനൽ നമുക്ക് മനസ്സിലായി. ഇനി നമുക്ക് നെക്സ്റ്റ് കാണാൻ പോകുന്ന ബ്ലോക്ക് ഡയഗ്രാം ആണ് റിസീവറിന്റെ ബ്ലോക്ക് ഡയഗ്രാം. ഒരു ടിപ്പിക്കൽ റേഡിയോ റിസീവർ എങ്ങനെയാണ് അത് റിസീവ് ചെയ്യുന്നത്? ഇപ്പോൾ നമ്മൾ കണ്ട ബ്ലോക്ക് ഡയഗ്രാം എന്ന് പറയുന്നത് ഒരു ടിപ്പിക്കൽ റേഡിയോ റിസീവറിന്റെ ബ്ലോക്ക് ഡയഗ്രാം ആണ്.
ആ റേഡിയോ റിസീവർ നമ്മൾ വിളിക്കുന്ന പേര് AM സൂപ്പർ ഹെറ്ററോഡൈൻ റിസീവർ എന്നാണ് പറയുന്നത്. അത് AM-ന് വേണ്ടി റിസീവ് ചെയ്യുക, AM സിഗ്നലിന് റിസീവ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു സാധാ റിസീവറാണ് സൂപ്പർ ഹെറ്ററോഡൈൻ റിസീവർ. നമുക്ക് അതിന്റെ ഫംഗ്ഷൻസ് നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് ഇനി നമുക്ക് പഠിക്കാനുണ്ട്, അന്നേരം പറയാം. ഇത് ജസ്റ്റ് ബേസിക് ആയിട്ട് പറഞ്ഞു തരുന്നതേ ഉള്ളൂ, ജസ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്യുന്നതേ ഉള്ളൂ. ഇതിനകത്ത് ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള 3 ബ്ലോക്കുകളാണുള്ളത്. ഒന്നൊരു മിക്സർ, ഒരു ലോക്കൽ ഓസിലേറ്റർ, ദെൻ ഒരു ഇന്റർമീഡിയറ്റ് ഫ്രീക്വൻസി ആംപ്ലിഫയർ. നമുക്ക് പറയാവുന്നതാണ് ആന്റിന എന്ന് പറഞ്ഞിട്ട് നമ്മൾ പറഞ്ഞിരുന്നത് എന്താണ് ആന്റിനയുടെ ഫംഗ്ഷൻ. ആന്റിന എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു ട്രാൻസ്ഡ്യൂസർ പോലെ തന്നെയാണ് വർക്ക് ചെയ്യുന്നത്. ട്രാൻസ്മിറ്ററിൽ നിന്നും വരുന്ന സിഗ്നൽ എനർജി അതിനൊരു ഗേഡഡ് ഫോമിലേക്ക് ആക്കിയിട്ട് എന്ത് ചെയ്യുന്നത്, ഗേഡഡ് വേവ് ആയിട്ട് ആന്റിനയിലൂടെ അതിന് ട്രാൻസ്മിറ്റ് ചെയ്യും. ട്രാൻസ്മിറ്റ് ചെയ്യുമ്പോൾ എന്തായിട്ട് മാറും, അത് ഫ്രീ സ്പേസിലേക്ക് ഇലക്ട്രോമാഗ്നറ്റിക് വേവ് ആയിട്ട് അതിനെ ട്രാൻസ്മിറ്റ് ചെയ്യും. റിസീവറിൽ വരുമ്പോൾ റിസീവറിന്റെ ആന്റിന എന്ത് ചെയ്യും, ഈ ഇലക്ട്രോമാഗ്നറ്റിക് ഫ്രീ സ്പേസിൽ വരുന്ന ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ് പല ഫ്രീക്വൻസികൾ ഉണ്ടാവും, പല റേഞ്ച് ഫ്രീക്വൻസികൾ ആന്റിനയിലേക്ക് ഫെഡ് ചെയ്യും. അതിൽ നിന്നും നമുക്ക് ആവശ്യമുള്ള ഒരു ഫ്രീക്വൻസിനെ അല്ലെങ്കിൽ ഒരു ചാനലിനെ നമ്മൾ എന്ത് ചെയ്യണം, ട്യൂൺ ചെയ്യണം. അതിന് ഉപയോഗിക്കുന്ന ഒരു യൂണിറ്റ് എന്ന് പറയുന്നതാണ് ഇത് മിക്സർ ആൻഡ് ലോക്കൽ ഓസിലേറ്റർ. അപ്പം മിക്സറിന് നോർമലി നമ്മൾ പണ്ട് മുതൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും ഇലക്ട്രോണിക്സിൽ. മിക്സറിന്റെ ഫംഗ്ഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 2 ഫംഗ്ഷൻസ് ആണ് വരുന്നത്. ഒന്ന് A+B ആൻഡ് രണ്ടാമത്തത് A-B, അഡീഷനും സബ്ട്രാക്ഷനും. അപ്പം നമ്മളിവിടെ ചെയ്യുന്നത് സബ്ട്രാക്ട് ഫോമിലുള്ള റിസൾട്ട് ആയിരിക്കും നമ്മൾ ഔട്ട്പുട്ട് ആയിട്ട് എടുക്കുന്നത്. അപ്പോൾ മിക്സറിലേക്ക് 2 ഇൻപുട്ടുകൾ ഫെഡ് ചെയ്യും. ഒന്ന് RF സ്റ്റേജ് സിഗ്നലും അല്ലെങ്കിൽ റേഡിയോ ഫ്രീക്വൻസി സിഗ്നലും, രണ്ടാമത്തേന്ന് പറഞ്ഞാൽ ലോക്കൽ ഓസിലേറ്ററിന്റെ ഒരു സിഗ്നലും. ഇപ്പോൾ ലോക്കൽ ഓസിലേറ്റർ ജനറേറ്റ് ചെയ്യുന്നത് RF-ൽ എന്ത് ഫ്രീക്വൻസിയാണോ, ഇപ്പോൾ F1 എന്ന് പറയുന്ന ഫ്രീക്വൻസി, F എന്ന് പറയുന്ന ഫ്രീക്വൻസിയാണ് RF-ൽ വരുന്നതെന്നുണ്ടെങ്കിൽ അതിനേക്കാളും കൂടിയ ഫ്രീക്വൻസി, 2 ഇരട്ടി കൂടിയ ഫ്രീക്വൻസി ആയിരിക്കും ഈ ലോക്കൽ ഓസിലേറ്റർ ജനറേറ്റ് ചെയ്യുന്നത്. 2F1 ആയിരിക്കും ജനറേറ്റ് ചെയ്യുന്നത്. അപ്പോൾ മിക്സറിൽ സംഭവിക്കും, ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ട് അതിൽ നിന്നും നമുക്ക് ആവശ്യമുള്ള ഇന്റർമീഡിയറ്റ് ഫ്രീക്വൻസി സിഗ്നൽ, ഈ ഫ്രീക്വൻസിയിലായിരിക്കും നമുക്ക് ആവശ്യമുള്ള മെസ്സേജ് ഉണ്ടാവുക. ആ സിഗ്നലിനെ നമ്മൾ സെപ്പറേറ്റ് ചെയ്തെടുക്കും. എന്നിട്ട് ഇന്റർമീഡിയറ്റ് ആ ഫ്രീക്വൻസി ഫസ്റ്റ് ഒരു ആംപ്ലിഫയർ ആയിരിക്കും. ആംപ്ലിഫയർ ഈ IF ഫ്രീക്വൻസിനെ ഒന്ന് ആംപ്ലിഫൈ ചെയ്യും. അതിനുശേഷം എന്ത് ചെയ്യുന്നു, അത് ഡീമോഡുലേറ്റർ, കാരണം അത് സെപ്പറേറ്റ് ചെയ്തെടുക്കുമ്പോൾ ചിലപ്പോൾ അതിനകത്ത് ലോസസ് ഉണ്ടാവാം, കുറച്ചൊക്കെ ലോസ്റ്റ് ആയി പോവാം. അപ്പോൾ അതുണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് അതിനൊന്ന് ബൂസ്റ്റ് ചെയ്യും. ബൂസ്റ്റ് ചെയ്തതിനു ശേഷം എന്ത് അത് ഡീമോഡുലേറ്ററിൽ കൊടുക്കും. ഡീമോഡുലേറ്ററിന്റെ ഫംഗ്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡീകോഡർ തന്നെയാണ്. നമ്മൾ ആദ്യത്തെ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു. ഡീമോഡുലേറ്റർ എന്തായിരുന്നു, ഡീമോഡുലേറ്റർ ഈ വരുന്ന സിഗ്നൽ ഇലക്ട്രിക്കൽ ഫോമിലുള്ള സിഗ്നലിൽ നിന്നും ഫിസിക്കൽ ഫോമിലുള്ള സിഗ്നൽ കൺവേർട്ട് ചെയ്തെടുക്കും, അത് ഡീമോഡുലേറ്റ് ചെയ്യും. ഓക്കെ. പിന്നെ ഈ വരുന്ന ഡീമോഡുലേറ്റ് ചെയ്ത് വരുന്ന സിഗ്നലിനെ ഒന്നും കൂടെ അതിന്റെ ആംപ്ലിറ്റ്യൂഡ് വാല്യൂസും അതുപോലെ തന്നെ പവർ ആംപ്ലിഫയർ വരുന്ന പവർ വാല്യൂസും ഒന്ന് ആംപ്ലിഫൈ ചെയ്തിട്ട് അത് ഡെസ്റ്റിനേഷനിലേക്ക് കൊടുക്കും. ഡെസ്റ്റിനേഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ യൂഷ്വലി സ്പീക്കർ, നമുക്ക് എല്ലാവർക്കും അറിയാം റേഡിയോയിൽ സ്പീക്കർ ഉണ്ടാവും. ആ സ്പീക്കറിലേക്കാണ് സപ്ലൈ ചെയ്യുന്നത്. അപ്പൊ നമുക്കത് ഓഡിബിൾ ഫോമിലേക്ക് നമുക്കത് കേൾക്കാൻ സാധിക്കും. ഓക്കെ. അത്രയാണ് നമ്മൾ പറയുന്നത് ഈ ബ്ലോക്ക് ഡയഗ്രം. അപ്പൊ നിങ്ങൾ ബ്ലോക്ക് ഡയഗ്രം നിങ്ങൾ കണ്ടല്ലോ, അതിനകത്ത് ഈ യൂണിറ്റുകളെല്ലാം അതിന്റെ ഫംഗ്ഷൻസ്, ബേസിക് ഫംഗ്ഷൻസ് ഇത്രയേ ഉള്ളൂ. ഇനി നെക്സ്റ്റ് ബ്ലോക്ക് ഡയഗ്രം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നെക്സ്റ്റ് ബ്ലോക്ക് നമ്മൾ ആദ്യം പറഞ്ഞ റേഡിയോ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റത്തിൽ 5ാമത്തെ ബ്ലോക്ക് എന്ന് പറയുന്നതാണ് ഡെസ്റ്റിനേഷൻ. എന്താണ് ഡെസ്റ്റിനേഷൻ ഉദ്ദേശിക്കുന്നത്? ഡെസ്റ്റിനേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ റിസീവറിൽ നിന്നും വരുന്ന സിഗ്നൽ ഏത് ഡെസ്റ്റിനേഷനിലേക്കാണ് കൊടുക്കേണ്ടത്. നമുക്ക് ഹ്യൂമൻ ബീങ്സിന് ഓഡിബിൾ ആയിട്ടുള്ള ഫോം ആവാം, വ്യൂവബിൾ ആയിട്ടുള്ള ഫോം ആവാം, നമുക്ക് കിട്ടേണ്ടത് അതാണ് ഡെസ്റ്റിനേഷൻ. അപ്പൊ നമുക്ക് ഡിസ്പ്ലേ ആയിട്ട് വരാം, അതല്ലെന്നുണ്ടെങ്കിൽ നമുക്കൊരു സ്പീക്കറായിട്ട് നമുക്ക് യൂസ് ചെയ്യാം. അപ്പൊ സ്പീക്കറിലേക്കായിരിക്കും നോർമൽ ഇത് കണക്ട് ചെയ്യുന്നത്. അതാണ് ഒരു ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഇത്രയുമാണ് കമ്മ്യൂണിക്കേഷൻ സിസ്റ്റത്തിന്റെ ബേസിക് ബ്ലോക്ക് ഡയഗ്രവും അതിന്റെ സിമ്പിൾ ആയിട്ടുള്ള വർക്കിംഗ്. ഓക്കെ.